Hello and welcome to another episode of e.talks spoken English series. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിയർ അഥവാ പേടിയെ കുറിച്ചാണ്. ഭയത്തെ കുറിച്ച് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സംസാരിക്കുക എന്നതാണ് നമ്മുടെ വിഷയം. ആദ്യമായി നമ്മുടെ കയ്യിലുള്ള ഒരു വേർഡാണ് എഫ്രൈഡ്. എഫ്രൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. I am afraid of going to a doctor. I am afraid of dogs. I am afraid of animals. വൈൽഡ് ആനിമൽസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നൊരു പദമാണ് എഫ്രൈഡ്. അതേപോലെ ഉപയോഗിക്കുന്ന വേറൊരു പദമാണ് ഫ്രൈറ്റൻഡ്. ഐ വാസ് റിയലി ഫ്രൈറ്റൻഡ് ടു സീ എ സ്നേക്ക് ഇൻ ദ ബുഷ് എന്ന് പറയും അല്ലേ. ഒരു കുറ്റിച്ചെടിയിൽ ഞാൻ പാമ്പിനെ കണ്ട് പേടിച്ചരണ്ട് പോയി എന്ന് പറയും. അതേപോലെ പറയുന്ന വേറൊരു പദമാണ് പേർട്ടിഫൈഡ് എന്ന് പറയും. വേറൊന്ന് പ്രേതത്തിനൊക്കെ കണ്ട് പേടിച്ചരണ്ടെന്ന് പോകുന്നതിനാണ് സ്പൂക്ക്ഡ് എന്ന് പറയാം. സ്പൂക്ക്. അതേപോലെ വേറൊന്നാണ് ടെറിഫൈഡ്, ഭയം എന്നർത്ഥത്തിൽ ശരിക്കും ഭയപ്പെട്ട് ഓടുന്ന പിന്നെ ആക്രമണമൊക്കെ ഉണ്ടാവുമ്പോഴുള്ള ഭയത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ടെറിഫൈഡ് എന്ന് പറയാം. ടെറിഫൈഡ് അല്ലെങ്കിൽ ഫ്രൈറ്റൻഡ് എന്നൊക്കെ പറയാം. അപ്പോൾ ടെറിഫൈഡ് എന്ന് പറയുമ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച്, പിന്നെ അക്രമികൾ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ടെറിഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പേടിയെക്കുറിച്ച് സംസാരിക്കുന്ന കുറച്ച് ഫ്രേസുകളെ പരിചയപ്പെടാം. ഒന്നാമതായിട്ട് പറയാനുള്ളത് ടെറിഫൈങ് ഒർഡീൽ. ഒർഡീൽ എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്നാണ്. അപ്പോൾ ടെറിഫൈങ് ഒർഡീൽ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത മഹാപരീക്ഷണം എന്നാണ്. ടെറിഫൈങ് ഒർഡീൽ. ഇറ്റ് വാസ് എ ടെറിഫൈങ് ഒർഡീൽ. കൊറോണ വന്നു, വീട്ടിലെല്ലാവർക്കും കൊറോണ വന്നു, പിന്നെ കഷ്ടിച്ചൊന്ന് രക്ഷപ്പെട്ടു. ഭാഗ്യത്തിന് ആർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട് രോഗശാന്തി വന്നു. ഇറ്റ് വാസ് എ ടെറിഫൈങ് ഓർഡീൽ ഫോർ അവർ ഫാമിലി എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് ടെറിഫൈങ് ഓർഡീൽ. ഇനി വേറൊന്ന് സെൻഡ് ഷിവേഴ്സ് ഡൗൺ മൈ സ്പൈൻ. സെൻഡ് ഷിവേഴ്സ് ഡൗൺ മൈ സ്പൈൻ. സ്പൈൻ എന്ന് പറഞ്ഞാൽ നട്ടല് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി പുറത്തിറങ്ങി ഇരുട്ടുള്ള ഭാഗത്ത് കൂടെ പോകുമ്പോൾ പെട്ടെന്നൊരു പുള്ളിപ്പുലിയെ മുന്നിൽ കാണാണ്. അപ്പം നമ്മുടെ തലയിൽ നിന്നൊരു മിന്നായം ഇങ്ങനെ പോവും. ഈ മിന്നായം പോയിട്ട് നട്ടലിലൂടെ ഒരു മരവിപ്പ് അനുഭവപ്പെടുന്നതിനാണ്. ദാറ്റ് സൈറ്റ് സെൻഡ് ഷിവേഴ്സ് ഡൗൺ മൈ സ്പൈൻ എന്ന് പറയും. എൻ്റെ നട്ടലിലൂടെ ഒരു മിന്നായം കടന്നുപോയി എന്ന് പറയും, ഒരു വിറയൽ. അതന്നെയാണ് സെൻഡ് ഷിവേഴ്സ് ഡൗൺ മൈ സ്പൈൻ എന്ന് പറയുന്നത്. സെൻഡ് ഷിവേഴ്സ് ഡൗൺ മൈ സ്പൈൻ. മൈ എന്നതിന് പകരം ആർക്കാണോ വേറൊരാളെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. സെൻഡ് ഷിവേഴ്സ് ഡൗൺ ഹിസ് സ്പൈൻ എന്ന് പറയാം. അതേപോലെ ഉപയോഗിക്കുന്നത് മേക്ക് ഹെയർ സ്റ്റാൻഡ് ഓൺ എൻഡ്. മേക്ക് ഹെയർ സ്റ്റാൻഡ് ഓൺ എൻഡ് എന്ന് പറഞ്ഞാൽ രോമങ്ങളൊക്കെ എണീറ്റ് നിന്നു എന്ന് പറയും. അപ്പോൾ നമ്മൾ ശരിക്കും പേടിച്ചിട്ട് രോമം മുള്ളംപന്നിയുടെ മുള്ള പോലെ ഇങ്ങനെ കുത്തനെ എണീറ്റ് നിൽക്കുന്ന ഒരു അനുഭവം, വല്ലാതെ പേടിച്ചു പോകുന്ന സമയം. അപ്പോഴാണ് ഇറ്റ് മെയ്ഡ് മൈ ഹെയർ സ്റ്റാൻഡ് ഓൺ എൻഡ്. ഇറ്റ് മെയ്ഡ് മൈ ഹെയർ സ്റ്റാൻഡ് ഓൺ എൻഡ് എന്ന് പറയുന്നത്. മേക്ക് ഹെയർ സ്റ്റാൻഡ് ഓൺ എൻഡ് എന്നാണ് ഫ്രേസ്. വേറൊന്നാണ് ബ്രിക്കിംഗ് ഇറ്റ് എന്ന് പറഞ്ഞാൽ. ബ്രിക്കിംഗ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ലാങ് ആണ്, കുറച്ചൊരു വൾഗറായിട്ടുള്ളതാണ്. പേടിച്ചപ്പിയിട്ട് പോയി, ട്രൗസറിൽ അപ്പിയിട്ട് പോയി എന്ന് പറയുന്നില്ലേ, അങ്ങനെ പറയുന്നതാണ്. ഐ ഫെൽറ്റ് ലൈക്ക് ബ്രിക്കിംഗ് ഇറ്റ് എന്ന് പറയല്ലേ. ശരിക്ക് നമ്മളിങ്ങനെ പിന്നെ സ്കൈ ഡൈവിംഗ് ഒക്കെ ചെയ്യാണ്. പിന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് അങ്ങനെ നമ്മളിങ്ങനെ തള്ളിയിട്ടാൽ എന്ത് സംഭവിക്കും? വി വിൽ ഫീൽ ലൈക്ക് ബ്രിക്കിംഗ് ഇറ്റ് അല്ലേ. വി വിൽ ഫീൽ ലൈക്ക് ബ്രിക്കിംഗ് ഇറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആകെ പേടിച്ച് പോകുന്നതിനാണ് ബ്രിക്കിംഗ് ഇറ്റ് എന്ന് പറയുന്നത്. വേറൊരു ഫ്രേസാണ് ഇറ്റ് സ്കെയർഡ് ദ ഹെൽ ഔട്ട് ഓഫ് മീ. ശരിക്കും പേടിച്ച് പണ്ടാറടങ്ങി എന്ന് പറയില്ലേ, ഇതാണ് ഇറ്റ് സ്കെയർഡ് ദ ഹെൽ ഔട്ട് ഓഫ് മീ എന്ന് പറയാം. ഇറ്റ് സ്കെയർഡ് ദ ഹെൽ ഔട്ട് ഓഫ് മീ. ഓക്കെ, അപ്പോൾ ഈ ഫ്രേസുകൾ ഉപയോഗിച്ച് ഒരു ടെക്സ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. When I was young, I was afraid of ghosts. Simple stories of ghosts frightened me. My sister used to tell me a lot of horror stories. Those stories really terrified me. I was petrified by those stories those days. Now, I tell the same stories to my children. It is really funny to see their spooked faces.
A real story is when we meet with the reality. I still remember a robbery we saw straight in front of our eyes. We were two, me, myself, and my brother. We were at a gunpoint. Even those thoughts send shivers down my spines. And it makes my hair stand on end when the burglar shouted at me, pointing his gun at me. I felt like breaking it. I told you my brother also was with me. He had almost jumped out of his skin. It was really a terrifying ordeal, and the incident scared the hell out of me. Hi guys, hope you enjoyed my video. If you liked it, please like my videos, and if you have any comments, please comment your comments in the comment box. Write something in your comment box, and see you until next video. Bye.